എല്ലാവരും തന്നെ ഞെട്ടിപ്പോയൊരു സംഭവമാണ് ഈ കുറച്ച് മുന്നേ കഴിഞ്ഞത്. എല്ലാവരും വലിയൊരു അപകടമാണെന്നാണ് ഓർത്തത് അതിൻ്റെ അകത്ത് ഇരുന്നവർ. പക്ഷേ പ്ലേറ്റ് അർജുൻ്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് ഒന്ന് സ്ലിപ്പായതാണ്. പക്ഷെ അത് വീണപ്പോൾ കുറച്ച് ഒച്ച കിട്ടും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എല്ലാവരും പേടിച്ചു പോയി. ജാൻമണി അവിടെ വന്നു കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാൻമണി കിച്ചൺ ഏരിയയുടെ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ജാൻമണി വന്നല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ജാൻമണിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ജാൻമണിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ജാൻമണിയുടെ പുറകെ. അപ്പം ജാൻമണി കിച്ചണിലാണ് നിൽക്കുന്നത്. അപ്പോൾ കിച്ചണിൽ ഭയങ്കര ആളാണ്. അവിടെ വീട്ടിലുള്ള എല്ലാവരും തന്നെ കിച്ചണിലാണ് നിൽക്കുന്നത്. അപ്പോൾ അർജുൻ അതിൻ്റെ ഇടയ്ക്കൂടെ അർജുൻ എന്തോ കുക്ക് ചെയ്യാൻ വേണ്ടി എന്തോ ഒരു പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നതാണ്. എന്തോ പാത്രം സ്റ്റൗവേൽ എന്തോ സംഭവം വെക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ജാസ്മിൻ നേരെ തൊട്ടപ്പുറം നിൽപ്പുണ്ട്. അപ്പം എന്തോ ഒരു പാത്രം എടുത്ത് സ്റ്റൗവിലേക്ക് വെക്കുന്ന വഴിക്ക് അർജുൻ്റെ കൈ തട്ടിയിട്ടാണ് ആ ഒരു പ്ലേറ്റ് അങ്ങ് സ്ലിപ്പായി പോയത്. അത് നിലത്ത് വീണപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. പക്ഷേ പ്ലേറ്റ് പൊട്ടിയ പോലും ഇല്ല. അഭിഷേക് അന്നേരം തന്നെ ആ ഒരു പ്ലേറ്റ് എടുത്ത് തിരിച്ച് അങ്ങോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഈ ഗ്യാപ്പിൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്. ആ ഗ്യാപ്പിൽ മല്ലയ്യ തൊട്ടപ്പുറം എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു സമയത്ത് തൊട്ടപ്പുറത്തെ പ്ലേറ്റിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ് മല്ലയ്യ. എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പുറത്തേക്ക് പോയി. ജിൻഡോ മാത്രം പേടിച്ചില്ല. ജിൻഡോ ആ സമയത്ത് തൊട്ടപ്പുറത്തെ പ്ലേറ്റിൽ നിന്ന് എന്തോ എടുത്ത് വായിലേക്ക് വെച്ച് തിന്നുന്നുണ്ട് അവിടെ. എന്തായാലും അടിപൊളിയാണ്. ബിഗ് ബോസിൻ്റെ ലൈവ് ഇപ്പോൾ ജാൻമണി വന്ന് ഇപ്പോൾ ഒന്ന് ഉണർന്നിട്ടുണ്ട്. എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. എന്തായാലും അടിപൊളി. ഇന്ന് വൈകുന്നേരത്തോടു കൂടി യമുനയും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നതായിരിക്കും. നമുക്കതൊക്കെ കണ്ടു തന്നെ അറിയാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.